എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ RNA and DNA structural features ആണ് പഠിക്കുന്നത്. So depending upon the type of pentose sugar present, nucleic acids can be of two types, RNA and DNA. So pentose sugar അനുസരിച്ച് whether it is ribose or 2-deoxyribose, ന്യൂക്ലിക് ആസിഡ്സിനെ നമുക്ക് RNA ആയിട്ടും DNA ആയിട്ടും രണ്ട് ടൈപ്പ് ആയിട്ട് പറയാം. സോ RNA എന്ന് പറയുമ്പോൾ പെന്റോസ് ഷുഗർ ഇസ് റൈബോസ് ആൻഡ് നൈട്രോജീനസ് ബേസസ് ആർ അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. സോ യുറാസിൽ ആണ് RNA-യിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നൈട്രോജീനസ് ബേസ്. Then comes to DNA. Pentose sugar is 2-deoxyribose, where nitrogenous bases are adenine, guanine, cytosine and thymine. So thymine ആണ് DNA-യിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ബേസ്. ബാക്കിയുള്ള മൂന്ന് ആൾക്കാർ അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ രണ്ടാൾക്കാരിലും കോമൺ ആണ്. സോ DNA-യുടെ ഷുഗർ ഡിയോക്സി റൈബോസ് ആണ്, RNA-യുടെ ഷുഗർ റൈബോസ് ആണ്. ദെൻ തയമിൻ DNA-യിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ബേസ് ആൻഡ് യുറാസിൽ RNA-യിലെ സ്പെഷ്യൽ ആയിട്ടുള്ള നൈട്രോജീനസ് ബേസ്. ദെൻ സ്ട്രക്ചർ ഓഫ് RNA. സോ ഇതാണ് RNA-യുടെ ഒരു സ്ട്രക്ചർ. സോ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത്തത് പെന്റോസ് ഷുഗർ എന്ന് പറയുന്നത് ഡി റൈബോസ് ആണ്. ഡി റൈബോസ് എന്ന് പറയുമ്പം സെക്കൻഡ് പൊസിഷനിലും OH ഉണ്ടാവും, തേർഡ് പൊസിഷനിലും OH ഉണ്ടാവും. ഓക്കെ, അതിലാണ് പിന്നെ അറ്റാച്ച്മെന്റ് വരുന്നത്. Then phosphate ester linkages between nucleotide chains. So നമുക്കറിയാം ഒരു ഷുഗറിന്റെ തേർഡ് പൊസിഷനും അടുത്ത ഷുഗറിന്റെ ഫിഫ്ത്ത് പൊസിഷന്റെയും ഇടയിലാണ് നമുക്ക് ഈ ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജസ് ഉണ്ടാകും. ഓക്കെ, ദെൻ ഹെട്രോസൈക്ലിക് നൈട്രോജനസ് ബേസസ് ആർ, നമ്മൾ നേരത്തെ പറഞ്ഞു, അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. സോ ഇവിടെയാണ് ബേസസ് വരിക. ഓക്കെ, സോ ഇത് യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആണ് ഞാൻ ഈ ഇമേജിൽ ഉള്ള ബേസസ്. ദെൻ C5 ഓഫ് വൺ റൈബോസ് യൂണിറ്റ് ഈസ് ലിങ്ക് ടു C3 ഓഫ് നെക്സ്റ്റ് റൈബോസ് യൂണിറ്റ്. സോ ഒരു റൈബോസ് യൂണിറ്റിന്റെ ഫിഫ്ത്ത് കാർബൺ ആണ്, അല്ലെങ്കിൽ അത് ഈ ഇമേജ് എടുക്കാം. സോ ഈ റൈബോസിന്റെ ഫിഫ്ത്ത് കാർബൺ ആണ് അടുത്ത റൈബോസിന്റെ തേർഡ് കാർബണിലേക്ക് ഫോസ്ഫേറ്റ് എസ്റ്റർ വഴി ലിങ്ക് ആയിട്ടുള്ളത്. ഓക്കെ, then C1 ഓഫ് ഷുഗർ moiety is attached to a nitrogenous base. ഇതാണ് ഫസ്റ്റ് കാർബൺ, അത് നൈട്രോജീനസ് ബേസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ദെൻ RNA എന്ന് പറയുമ്പോൾ സിംഗിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ആണ്, ഒരൊറ്റ സ്ട്രാൻഡേ ഉണ്ടാവുള്ളൂ RNA. ഈ സിംഗിൾ സ്ട്രാൻഡ് സംടൈംസ് കോയിൽസ് ആൻഡ് അറ്റൈൻസ് എ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. സോ ഈ RNA-യുടെ ഒരു സ്ട്രാൻഡ് ചില സമയത്തിൽ അത് കോയിൽ ചെയ്തിട്ട് ഒരു ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ട് നിൽക്കും. പക്ഷെ അത് DNA പോലെയല്ല. DNA-യിൽ ശരിക്കും രണ്ട് സ്ട്രാൻഡ് ഉണ്ട്. RNA-യിൽ ഒരു സ്ട്രാൻഡ് ചില കേസസിൽ അത് കോയിൽ ചെയ്തിട്ട് ഡബിൾ ഹെലിക്കൽ പോലെ നിൽക്കും. അതിലൊരൊറ്റ സ്ട്രാൻഡ് തന്നെ ഉള്ളൂ. The bases in the helical segments എങ്ങനെയാ വരുന്നത്? ഈ കോയിൽ ചെയ്യുമ്പോഴാണ് ഹെലിക്കൽ സ്ട്രക്ചർ വരിക. So the bases in the helical segments may pair up through intermolecular hydrogen bonding following the base pairing rule. So ഈ ഹെലിക്കൽ സ്ട്രക്ചർ, അതായത് കോയിൽ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിൽ മാത്രം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. അതെങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റൂള് പ്രകാരമാണ്, ബേസ് പെയറിംഗ് റൂൾ എന്നാണ് പറയാ. അവിടെ അഡെനിൻ പെയർസ് ഓൺലി വിത്ത് യുറാസിൽ. അഡെനിൻ എപ്പോഴും യുറാസിൽ ആയിട്ട് പെയർ ചെയ്യുള്ളൂ, അത് ഗ്വാനിൻ ആയിട്ടോ സൈറ്റോസിൻ ആയിട്ടോ പെയർ ചെയ്യില്ല. അതേപോലെ തന്നെ ഗ്വാനിൻ പെയർസ് ഓൺലി വിത്ത് സൈറ്റോസിൻ. സോ GC ആൻഡ് AU അത് മാത്രമേ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുള്ളൂ. ഇതാണ് ബേസ് പെയറിംഗ് റൂൾ ഇൻ RNA. Then structure of DNA. So ഇതാണ് DNA-യുടെ ഒരു സ്ട്രക്ചർ. ഓക്കെ,
സോ ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ നമുക്ക് വാട്സൺ ക്രിക്ക് മോഡൽ എന്നാണ് ഇതിന് പറയാം. അവരാണ് ഡി എൻ എയുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് ആൻഡ് നോബൽ അവാർഡ് കിട്ടിയത്. സോ ഇവിടെ ഇതിന്റെ ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന്റെ ഒരു സെഗ്മെന്റ് മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ പെൻറ്റോസ് ഷുഗർ ഇവിടെ 2-deoxy D-ribose. ഇവിടെ നമുക്കറിയാം സെക്കൻഡ് പൊസിഷനിൽ OH ഉണ്ടാവില്ല, ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അതാണ് ഡിയോക്സി റൈബോസ് എന്ന് പറയുമ്പോൾ. ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജസ് ബിറ്റ്വീൻ ന്യൂക്ലിയോടൈഡ് ചെയിൻ. RNA പോലെ തന്നെ നമുക്ക് ഇവിടെ ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജസ് ഉണ്ട്. ഹെട്രോസൈക്ലിക് നൈട്രോജനസ് ബേസസ് ആർ അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തയമിൻ. തയമിൻ ആണ് നമുക്കിവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആള്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷുഗർ യൂണിറ്റിന്റെ 5th പൊസിഷനും അടുത്ത ഷുഗർ യൂണിറ്റിന്റെ 3rd പൊസിഷനും തമ്മിൽ നമുക്കൊരു ഫോസ്ഫേറ്റ് എസ്റ്റർ ലിങ്കേജസ് ഉണ്ട്. ദെൻ നൈട്രോജനസ് ബേസസ് ആർ അറ്റാച്ച്ഡ് ടു C1 ഓഫ് ഷുഗർ മൊയിറ്റി. ഞാൻ പറഞ്ഞു ഇതാണ് ഫസ്റ്റ് കാർബൺ, അത് ഒരു ബേസുമായിട്ട് നൈട്രോജനസ് ബേസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സോ അഡെനിൻ, തയമിൻ ആൻഡ് ഗ്വാനിൻ ആണ് നമ്മളെ ഈ ഇമേജിലുള്ളത്. ദെൻ അൺലൈക്ക് RNA it has double stranded structure. 2 സ്ട്രാൻഡ് ഉണ്ടാവും. ആ 2 സ്ട്രാൻഡ് പരസ്പരം കോയിൽ ചെയ്തിട്ട് ഒരു കോമൺ ആക്സിസിൽ കോയിൽ ചെയ്തിട്ട് ഒരു റൈറ്റ് ഹാൻഡഡ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആയിട്ടാണ് DNA സ്ട്രക്ചർ ഉള്ളത്. The 2 chains run in opposite directions. So 2 ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കോയിൽ ചെയ്തിരിക്കുന്നത്. The bases in the helical segments may pair up through intermolecular hydrogen bonding following the base pairing rule. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞതിൽ ഒരു വ്യത്യാസമുണ്ട്. അവിടെ ഒരു സ്ട്രാൻഡ് ആണ് കോയിൽ ചെയ്യുന്നത്, ഇവിടെ 2 സ്ട്രാൻഡ് ഉണ്ട്. സോ ഇവിടെ എപ്പോഴും കോയിൽ ഉണ്ടാവും. സോ അൺവൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ DNA ഉണ്ടാവില്ല. DNA ത്രൂ ഔട്ട് ദ മോളിക്യൂളിൽ കോയിലിംഗ് ഉണ്ടാവും. ആ കോയിലിംഗ് ഉണ്ടാവുമ്പോഴൊക്കെ അവിടെയൊക്കെ ഹൈഡ്രജൻ ബോണ്ടിങ് അതിന്റെ ത്രൂ ഔട്ട് ദ മോളിക്യൂൾ ഉണ്ടാവും. അത് ഏത് റൂള് പ്രകാരമാണ്? ബേസ് പെയറിംഗ് റൂൾ ആണ്. സോ ഇവിടെ ബേസ് പെയറിംഗ് റൂളിൽ അഡെനിൻ പെയർസ് ഓൺലി വിത്ത് തയമിൻ, whereas guanine pairs only with cytosine. സോ AT ആൻഡ് GC ആയിരിക്കും എപ്പോഴും ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് വാട്സൺ ക്രിക്ക് മോഡൽ എന്ന് പറയുന്നത്. സോ അതിന്റെ കൂടുതൽ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്. അഡെനിൻ ആൻഡ് തയമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആണ് നമ്മളുടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുന്നത് പറഞ്ഞു ബേസ് പെയറിംഗ് റൂൾ പ്രകാരം. സോ അഡെനിൻ പെയർസ് വിത്ത് തയമിൻ ത്രൂ 2 ഹൈഡ്രജൻ ബോണ്ട്സ്. അതായത് അഡെനിനും തയമിനും ഇടയിൽ 2 ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാവും. വൈൽ ഗ്വാനിൻ പെയർസ് വിത്ത് സൈറ്റോസിൻ ത്രൂ 3 ഹൈഡ്രജൻ ബോണ്ട്സ്. ഗ്വാനിന്റെയും സൈറ്റോസിന്റെയും ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട്സും അഡെനിന്റെയും തയമിന്റെയും ഇടയിൽ 2 ഹൈഡ്രജൻ ബോണ്ട്സും ആണ് ഉണ്ടാവുക. Then 2 strands of DNA are not identical but complementary to each other. അതായത് ഒരു സ്ട്രാൻഡിലുള്ള ഇപ്പൊ അഡെനിൻ, ഗ്വാനിൻ അങ്ങനെയുള്ള ഒരു ഫോർമാറ്റ് ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഫോർമാറ്റ് ആയിരിക്കും അടുത്ത സ്ട്രാൻഡിൽ ഉണ്ടാവുക. അത് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. The sequence of bases in one strand automatically determines that of the other strand. So ഇത് നോക്കാം. ഇതാണ് ഫസ്റ്റ് സ്ട്രാൻഡ്, ഇതാണ് സെക്കൻഡ് സ്ട്രാൻഡ്. ഓക്കെ, സോ ഫസ്റ്റ് സ്ട്രാൻഡിന്റെ ബേസസിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് AATTGGCC. അതായത് അഡെനിൻ, AT തയമിൻ, G ഗ്വാനിൻ ആൻഡ് C സൈറ്റോസിൻ. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബേസ് പെയറിംഗ് റൂള് പ്രകാരമായിരിക്കും നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു സ്ട്രാൻഡ് ഇങ്ങനെയാണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ 2 സ്ട്രാൻഡ്സ് ആർ നോട്ട് ഐഡന്റിക്കൽ ബട്ട് കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. സോ ഒരു സ്ട്രാൻഡിലുള്ള ബേസസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിമെന്ററി ആയിരിക്കും അടുത്ത സ്ട്രാൻഡിൽ ഉണ്ടാവുക. അതായത് അഡെനിന്റെ കോംപ്ലിമെന്ററി ഏതാണ്? അഡെനിൻ പെയർസ് വിത്ത് തയമിൻ ആണ്. സോ അഡെനിന്റെ കോംപ്ലിമെന്ററി തയമിൻ ആണ്. അത് തമ്മിൽ എത്ര ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്? സോ 2 ഹൈഡ്രജൻ ബോണ്ടിങ്. സോ ഇവിടെ അഡെനിന്റെയും തയമിന്റെ ഇടയിൽ 2 ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അതേപോലെ തന്നെ തയമിന്റെയും, സോ A ആണെങ്കിൽ ഇപ്പുറത്ത് T ആയിരിക്കും,
ഇപ്പുറത്ത് ടി ആണെങ്കിൽ ഇവിടെ എ ആയിരിക്കും. ദെൻ ഗ്വാനിൻ ആണെങ്കിൽ ഇപ്പുറത്ത് സൈറ്റോസിൻ ആയിരിക്കും. സൈറ്റോസിൻ മുകളിലാണെങ്കിൽ ഇപ്പുറത്ത് ഗ്വാനിൻ ആയിരിക്കും. സോ ഒരു സ്ട്രാൻഡിൽ ഏതൊക്കെ ബേസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിമെന്ററി ആയിരിക്കും അടുത്ത സ്ട്രാൻഡിൽ ഉണ്ടാവുക. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിന്റെ ഇടയിൽ നിങ്ങൾക്ക് 3 ലൈൻസ് കാണാം. അതായത് അതിന്റെ ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് പറഞ്ഞത്, ദ സീക്വൻസ് ഓഫ് ദ ബേസസ് ഇൻ one strand automatically determines that of the other strand. ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതും അറിയാൻ പറ്റും. സോ ഇത് നോക്കുക നിങ്ങൾ, ഇത് 5th സ്ട്രാൻഡ് ആണ്, ഇത് 3rd, അതായത് 5th പൊസിഷൻ ആണ് ഒരു ഷുഗർ മൊയിറ്റിയുടെ. അതിന്റെ തൊട്ടടുത്തതിന്റെ 3rd പൊസിഷൻ ആണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് വരുമ്പോൾ 5th കോംപ്ലിമെന്ററി പൊസിഷൻ ആയിട്ട് 3rd ആണ് വരും, ഇപ്പുറത്ത് 5 ആണ് വരും. അതായത് 2 സ്ട്രാൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതിന്റെ കാണിക്കാനാണ് അങ്ങനെ വരച്ചിട്ടുള്ളത്. ദെൻ അതിന്റെ കൂടുതൽ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്, DNA molecule has equal number of A and T units and G and C units. അതായത് DNA എത്ര അഡെനിൻ ഉണ്ടോ അത്രയും തൈമിൻ ഉണ്ടാവും, എത്ര ഗ്വാനിൻ ഉണ്ടോ അത്രയും സൈറ്റോസിൻ ഉണ്ടാവും. The molecule is about 20 angstrom in diameter. അതായത് ഡയമീറ്റർ 20 angstrom ആയിരിക്കും ഉണ്ടാവുക. The average distance between adjacent base pairs 3.4 angstrom ആയിരിക്കും. അതായത് adjacent base pairs, ഇവിടെ ഒരു അഡെനിൻ ഉണ്ട്, ഇവിടെ ഒരു തൈമിൻ ഉണ്ട്, ഇത് തമ്മിലുള്ള adjacent base pair എന്ന് പറയുന്നത് 3.4 angstrom ആണ്. A complete turn of the helix occurs in every 34 angstrom. അതായത് ഒരു കംപ്ലീറ്റ് ഹെലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക. സോ ഇങ്ങനെ വരുമ്പം ഒരു കംപ്ലീറ്റ് ടേൺ വരുമ്പം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഒരു കംപ്ലീറ്റ് ഒരു കോയിലിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 34 ആങ്സ്ട്രോം ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ടേണിൽ 10 ബേസ് പെയർസ് ഉണ്ടാവും. അതായത് there are 10 ബേസ് പെയർസ് പെർ ടേൺ ഓഫ് ദ ഡബിൾ ഹെലിക്സ്. ഒരു കോയിലിന്റെ ഇടയിൽ, ഒരു കോയിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക, അതിന്റെ ഇടയിൽ 10 ബേസ് പെയർസ് ഉണ്ടാവും. ഓക്കെ, സോ ഈ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു സ്ട്രാൻഡിൻ്റെത് AATT GG CC ആണെങ്കിൽ അടുത്ത സ്ട്രാൻഡിന്റെ ബേസ് സെഗ്മെന്റ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ TT AACCGG ആയിരിക്കും. ആദ്യത്തെ കോംപ്ലിമെന്ററി ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ സ്ട്രക്ചറിലും ഇത് വ്യക്തമാണ്. അഡെനിൻ തൈമിൻ 2 ഹൈഡ്രജൻ ബോണ്ടിങ്, ആൻഡ് ഇപ്പുറത്ത് നോക്കുക ഗ്വാനിൻ സൈറ്റോസിൻ 3 ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, then differentiate between DNA and RNA. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറെ ഡിഫറൻസിയേഷൻസ് ഉണ്ട്. ബേസിക് ഷുഗർ യൂണിറ്റ് ഇസ് 2-deoxyribose. RNA-ലാണെങ്കിൽ റൈബോസ്. കോമൺ ബേസസ് അഡെനിൻ ഗ്വാനിൻ സൈറ്റോസിൻ ആൻഡ് തൈമിൻ. RNA-യിൽ അഡെനിൻ ഗ്വാനിൻ സൈറ്റോസിൻ ആൻഡ് യുറാസിൻ. DNA double stranded structure ആണ്, in which the 2 strands are coiled spirally in opposite directions. RNA-ലാണെങ്കിൽ single stranded structure ആണ്. In some molecules the single strand may fall back on itself to form a double helix pattern. Pairing of bases occurs throughout the molecule. ഞാൻ പറഞ്ഞു DNA-യിൽ ഫുൾ DNA coiled ആയിട്ടാണ് ഉണ്ടാവുക. RNA-യുടെ പോലെ ചില പോർഷൻസിൽ മാത്രമല്ല കോയിലിംഗ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ DNA-യിൽ പെയറിംഗ് ഓഫ് ബേസസ് എപ്പോഴും ഉണ്ടാവും, ഹൈഡ്രജൻ ബോണ്ടിങ് എപ്പോഴും ഉണ്ടാവും. പക്ഷെ RNA-യിൽ ചില പാർട്ടിൽ മാത്രമാണ് കോയിലിംഗ് ഉണ്ടാവുക. ആ കോയിലിംഗ് ഉള്ള ഭാഗത്ത് മാത്രമാണ് പെയറിംഗ് ഓഫ് ബേസസ് നടക്കുക. ഹെലിക്കൽ സെഗ്മെന്റ് എന്ന് പറയുന്നത് തന്നെ കോയിൽ ചെയ്ത ഭാഗം. Then equal number of purine and pyrimidine bases. DNA-യിൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, എത്ര അഡെനിൻ ഉണ്ട് അത്ര തൈമിൻ ഉണ്ട്, എത്ര ഗ്വാനിൻ ഉണ്ട് അത്രയും സൈറ്റോസിൻ ഉണ്ട്. അതിന്റെ അർത്ഥം പ്യൂരിൻ ബേസസും പിരിമിഡിൻ ബേസസും ഈക്വൽ ആയിരിക്കും. പക്ഷേ RNA-യുടെ കേസിൽ അത് പ്യൂരിൻ ബേസസ് പിരിമിഡിൻ ബേസസ് ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ, ദെൻ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ്. DNA ന്യൂക്ലിയസിലാണ് എപ്പോഴും അധികം ഉണ്ടാവുക. RNA ആണെങ്കിൽ അധികവും ഡിഫ്യൂസ് ചെയ്തിട്ട് സൈറ്റോപ്ലാസത്തിലേക്കായിരിക്കും RNA ഉണ്ടാവുക. ദെൻ DNA സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യും
and is responsible for the transmission of hereditary character. DNA replicate ചെയ്യുമ്പോഴാണ് നമുക്ക് hereditary character ഒക്കെ transmission നടക്കുന്നത്. RNA replicate ചെയ്യില്ല. Then DNA contains genetic information which it transcribes into RNA and thereby ഇതില് കുറച്ചുകൂടെ ഈ ഫസ്റ്റ് ഇതിൽ ഒരു സെന്റൻസ് കൂടെ ഉണ്ട്. DNA contains genetic information which it transcribes into RNA and thereby control protein synthesis എന്ന് പറഞ്ഞിട്ടൊരു വേർഡിങ് കൂടെ ഉണ്ട് കേട്ടോ അവിടെ. Thereby controls protein synthesis. And RNA is more actively involved in the process of protein synthesis. So RNA ആണ് protein synthesisന്റെ മെയിൻ ആയിട്ടുള്ള പ്രോസസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. DNA ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് RNAക്ക് കൈമാറുന്നു. എന്നിട്ട് ആ പ്രോട്ടീൻ സിന്തസിസ് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ മാത്രമേ DNA ചെയ്യുന്നുള്ളൂ. അത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് RNA ആണ്. ഓക്കെ, സോ ഇത്രയാണ് DNA ആൻഡ് RNA ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇത്രയാണ്. ദെൻ DNA ഫിംഗർ പ്രിന്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അല്ലെങ്കിൽ DNA ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. The process of acquiring the pattern of the unique base sequence of DNA in a person. So ഇവിടെ base sequence ആണ്. The process of acquiring the pattern of the unique base sequence of DNA in a person. അതായത് ഒരാളുടെ യുണീക്ക് ആയിട്ടുള്ള കോഡ്, അതായത് ബേസസിന്റെ കോഡ്, ബേസസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെ ആ പാറ്റേണിനെ അക്വയർ ചെയ്യുന്നതാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റില് ഇതെങ്ങനെയാണ് ഇതിന്റെ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റില് DNA സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ്, സലൈവ, സെമൻ, സ്കിൻ, ഹെയർ അല്ലെങ്കിൽ അതർ ടിഷ്യൂസ്, ഇതിലൊക്കെ നമ്മളുടെ DNA ഉണ്ടാവും. അതിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ പരിപാടി. സോ DNA എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോളിമറൈസ് എൻസൈംസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആ DNA നമ്മളൊന്ന് ആംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഈ DNA നമ്മൾ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറ്റണം. ഇതൊക്കെ ഫ്രാഗ്മെന്റഡ് DNA ആണ്. ഇതിനെ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്ന എൻസൈംസ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്രാഗ്മെന്റേഷൻ പ്രോസസ് നടത്തുന്നത്. സോ അതെന്താ ചെയ്യുന്നത്, ഈ DNA സ്ട്രാൻഡിനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ഈ ഫ്രാഗ്മെന്റഡ് DNA ഇലക്ട്രോഫോറസിസ് നടത്തും. ഇലക്ട്രോഫോറസിസ് നടത്തുമ്പോൾ നമുക്ക് ഫ്രാഗ്മെന്റ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ലോങ് DNA ഫ്രാഗ്മെന്റ്സിനെ ഒരു പൊസിഷനിലും ഷോർട്ട് ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സിന് വേറൊരു പൊസിഷൻസിന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇലക്ട്രോഫോറസിസ് വഴി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈലോൺ മെംബ്രെയിനിലേക്ക് ഇതിനെ ഇംപ്രിന്റ് ചെയ്യും. ഓക്കെ, അതിനെ അഡ്ഹർ ചെയ്യും. ആ നൈലോൺ മെംബ്രെയിൻ വിത്ത് DNA ഫ്രാഗ്മെന്റ്സിന് നമ്മൾ ഇൻക്യുബേഷൻ വിത്ത് ലാബൽഡ് പ്രോപ്സ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്സ് വെച്ചിട്ട് ഇതിനെ ഇൻക്യുബേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമ്മളെ DNA ഉണ്ട്, അതിലേക്ക് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ലൈക്ക് ഫോസ്ഫറസ് 32 പോലുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്സ് വെച്ചിട്ട് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യും. സോ റേഡിയോ ആക്റ്റീവ് പ്രോപ്സ് ഈ DNA ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. ദെൻ അതില് ഒരു എക്സ്റേ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇതിലേക്ക് ഒരു എക്സ്റേ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്സ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന പറയുന്നത് DNA ഞാൻ പറഞ്ഞു ആ ഓരോരോ DNA പൊസിഷനിലും ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും ഈ റേഡിയോ ആക്റ്റീവ് പ്രോപ്സ്. അത് റേഡിയേഷൻ എമിറ്റ് ചെയ്ത് അത് എക്സ്റേയിലേക്ക് ഡാർക്ക് ആൻഡ് വൈറ്റ് പാറ്റേൺസ് ഉണ്ട്. സോ ഈ പാറ്റേണിൻ്റെത് ഒരാളുടെ DNA കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അതായത് ഓരോരുത്തർക്കും ഈ പാറ്റേൺ യുണീക്ക് ആയിരിക്കും എക്സെപ്റ്റ് ഐഡന്റിക്കൽ ട്വിൻസിന് ഒരേപോലെയാണ് ഉണ്ടാവുക. എക്സാക്ട് ഐഡന്റിക്കൽ ട്വിൻസിന് അതല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇത് യുണീക്ക് ആയിട്ടായിരിക്കും ഇതിന്റെ പാറ്റേൺ ഉണ്ടാവുക. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ, ഇതൊരു ക്രൈം സീനാണ്. ക്രൈം സീനിന്ന് നമുക്ക് കിട്ടിയ എവിഡൻസ് കിട്ടിയ ഒരു ക്രിമിനലിന്റെ പാറ്റേൺ ഇതാണ്. ഓക്കെ,
ദെൻ നമ്മൾ ഒരു 2-3 ആൾക്കാരെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നു. സോ ആ സസ്പെക്ടിന്റെ ഒക്കെ DNA നമ്മൾ പരിശോധിക്കുകയാണ്. സസ്പെക്ട് 1ന്റെ DNA പാറ്റേൺ ഇങ്ങനെയാണ്, രണ്ടാമത്തത് ഇങ്ങനെയാണ്, മൂന്നാമത്തെ ഇങ്ങനെയാണ്. സോ ആ ക്രൈം നടന്ന് അവിടുന്ന് കിട്ടിയ സാമ്പിളിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതും മാച്ചിങ് ആണ്. സോ ഈ ആളാണ് ഈ ക്രൈം നടത്തിയത്. സോ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് DNA ഫിംഗർ പ്രിന്റിങ്ങിൽ ഉണ്ട്. സോ ഇതിന്റെ DNA ഫിംഗർ പ്രിന്റിങ് എന്താണെന്നുള്ളത് പഠിക്കുക. The process of acquiring the pattern of the unique base sequence of a DNA in a person. Then അതിന്റെ പ്രോസസ് എന്താണ്? പ്രോസസ്സിൽ ആദ്യം സാമ്പിളിൽ നിന്ന് DNA എക്സ്ട്രാക്ട് എടുക്കുന്നു, അതിനെ പോളിമറൈസ് എൻസൈം മെത്തേഡ് വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട് ഫ്രാഗ്മെന്റേഷൻ നടത്തുന്നു, അതിനെ ഇലക്ട്രോഫോറസിസ് വഴി അറേഞ്ച് ചെയ്യുന്നു, നൈലോൺ മെംബ്രെയിനിലേക്ക് അഡയർ ചെയ്യുന്നു, അതിലേക്ക് റേഡിയോ ആക്റ്റീവ് പ്രോബ്സ് വെച്ചിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നു, ദെൻ എക്സ്റേയിലേക്ക് അതിന്റെ പാറ്റേൺസ് എടുക്കും. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. സോ നമുക്ക് ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ മെഡിസിനിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാച്ചിങ് ആയിരിക്കും. നമുക്കറിയാം ഒരു ഓർഗൻ മാച്ചിങ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ മാച്ചിങ് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? അത് DNA ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് നമ്മളത് മാച്ച് ആവുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ ഫോറൻസിക് ലബോറട്ടറീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ്, ക്രിമിനൽസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ല നമുക്ക് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെയും ഇതുവഴി രക്ഷിക്കാൻ പറ്റും. കാരണം അവരുടെ DNA ഫിംഗർ പ്രിന്റ് മാച്ച് ആയിട്ടില്ലെങ്കിൽ അവര് ക്രിമിനൽസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ദെൻ പെറ്റേണിറ്റി ടെസ്റ്റിംഗ്. അപ്പം ഒരു അച്ഛന്റെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ മക്കൾ തന്നെയാണോ ഇതെന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെറ്റേണിറ്റി ടെസ്റ്റിംഗ് നമുക്ക് DNA, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും DNA ടെസ്റ്റ്. DNA ടെസ്റ്റിലും ഇവിടെ മക്കളുടെ DNAയും പാരൻസിന്റെ DNAയും മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ അഗ്രികൾച്ചറിലും ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്കറിയാം മ്യൂട്ടേഷൻ നടത്തിയ പല സീഡ്സും കാര്യങ്ങളൊക്കെ, അതായത് ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കൂടുതൽ ക്രോപ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള, സോ ജീനോമിക് മോഡിഫിക്കേഷൻ നടത്തിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അഗ്രികൾച്ചറിലും ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ അവിടെയൊക്കെ നടത്തുന്നത് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജിയാണ്. ദെൻ ഐഡന്റിഫൈങ് റേഷ്യൽ ഗ്രൂപ്പ്സ്. അപ്പോൾ നമ്മളൊരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയിലുള്ള ഒരു പോപ്പുലേഷനെ പറ്റിയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, റിസർച്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രത്യേക റേഷ്യൽ ഗ്രൂപ്പ്സിന്റെ പറ്റി പഠിക്കുമ്പോഴൊക്കെ അവരുടെ DNAയുടെ ഒരു പാറ്റേൺ, അതിൽ കുറെ സിമിലാരിറ്റീസ് ഉണ്ടാവും. ഓക്കെ, സോ പല തരത്തിലുള്ള റേഷ്യൽ ഗ്രൂപ്പ്സിന്റെ ഒക്കെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടും നമുക്ക് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ എസ്റ്റാബ്ലിഷിംഗ് ഐഡന്റിറ്റി ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. മരിച്ച ഒരു വ്യക്തിയുടെ കുട്ടികളാ അല്ലെങ്കിൽ എന്താ പറയാ, മരിച്ച ഒരു വ്യക്തി അയാൾ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, മരിച്ച ഒരു വ്യക്തി ഇയാൾ തന്നെയാണോ ഇത് മരിച്ചതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ ഇപ്പം മുന്നേ അദ്ദേഹം താമസിച്ചിരുന്ന ഒരു സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു സാമ്പിളോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ബോഡി എന്നുള്ളതും അതും മാച്ചിങ് ആണെങ്കിൽ നമ്മൾ മരിച്ചത് ഈ വ്യക്തി തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് DNA ഫിംഗർ പ്രിന്റിങ്ങില്. സോ ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം. സോ ഇതുവരെ എടുത്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഇതോടെ നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.